ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ സെൻറ്റ് ഗബ്രിയേൽ കുടുംബ കൂട്ടായ്മയിലേക്ക് ദിവ്യകാരുണ്യം വന്നപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ കാണാം. പരിശുദ്ധ പരമാധികാരത്തിന് സർവശക്തദാതന ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക.
സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിക്കുമർത്യരാം ഞങ്ങളങ്ങയെ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർത്തിനെ ധന്യനാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയെ സ്വർഗമാകും മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴും മഹിതകാന്തിയിൽ ഒടുവിലെത്തുമേ മതിയിൽ അന്നു വിധിയുമായി സകലരും ശ്രമിക്കും അന്ത്യവിധി വിനീതരായി താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനെ വിശ്വസിക്കു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഭാ സ്നൈഹിക പ്രഭാവമാണു സാർവജനീകം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർക്കും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാകും ഏകദൈവമേ വിശ്വസിക്കുമർത്യരാം ഞങ്ങളങ്ങയെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധൻ 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 യേശുവേ നന്ദി ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഈ സമയം നീയല്ലാതാരുണ്ട് അപ്പാ എന്റെ കണ്ണീർ തുടച്ചിടുവാൻ നിൻ തോളിൽ തല ചായ്ച്ചു മാറി ചൂടേറ്റുറങ്ങട്ടെ ഇന്നു ഞാൻ നിൻ തോളിൽ തല ചായ്ച്ചു മാറി ചൂടേറ്റുറങ്ങ ഇരുളു വീണ വഴികളിൽ ഞാൻ നടന്നകന്നപ്പോ വഴി വിളക്കുമായി നീ എന്റെ ചാരി വന്നു ഇരുളു വീണ വഴികളിൽ ഞാൻ നടന്നകന്നപ്പോ വഴി വിളക്കുമായി നീ എന്റെ ചാരി വന്നു തിരികെ വിളിച്ചു നിന്നിലേക്ക് മുറുകെ പിടിച്ചു നീ കരത്തിൽ തിരികെ വിളിച്ചു നിന്നിലേക്ക് ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ കാണണമേ ഈശോയെ വരണമേ ഈശോയെ യേശുവേ 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 ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി 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 നന്ദി
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവുകൾ തൻ രൂപത്തോടെ കുറുകാറ്റടിക്കും മാരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിലും അഭിഷേക ശക്തിയാൽ ഭൂമിയിലും അഭിഷേക ശക്തിയും വേഗം ആഗതനാകണമേ വേഗം ആഗതനാകണമേ. ഇത് പുതിയൊരു ബന്ധുക്രിസ്തദിനമാകട്ടെ ഇന്നഭിഷേകത്തെ കാറ്റാഞ്ഞിട്ട്. ഇത് പുതിയൊരു ബന്ധുക്രിസ്തദിനമാകട്ടെ ഇന്നഭിഷേകത്തെ കാറ്റാഞ്ഞിട്ട്. പുതുശക്തിയാൽ പുത്തരുണർവാൽ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തരുണർവാൽ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. അകലാരിൽ അഭിഷേകത്തെ തീർച്ചയായും ഇത് പുതിയൊരു ബന്ധക്രിസ്തദിനമാകട്ടെ ഇന്നഭിഷേകത്തെ കാറ്റാഞ്ഞിട്ട്. ഇത് പുതിയൊരു ബന്ധക്രിസ്തദിനമാകട്ടെ ഇന്നഭിഷേകത്തെ കാറ്റാഞ്ഞിട്ട്. പുതുശക്തിയായി പുത്തരുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തരുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സുരേഷ്നായ നമ്മുടെ ആരാധനയുടെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപന ദിവസമാണ്. ഇതോടുകൂടി അവസാനിച്ചു ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെന്നവരാ. കാരണം എന്താന്ന് മനസ്സിലായ? എന്താ? സാധാരണയായിട്ട് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി എവിടേക്കാ പോകാറ്? ദേവാലയത്തിൽ പോകും, പള്ളിയിൽ പോകും അല്ലേ? ഇന്ന് നമ്മുടെ ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പക്ഷേ പല വിധത്തിലുള്ള ഫംഗ്ഷനുകൾ നടന്നിട്ടുണ്ടാവും. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ഒരു വിവാഹമോ ജൂബിലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഗംഭീരമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വെച്ച് നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇത്ര ചൈതന്യദായകമായ, മനസ്സിന് ഇത്രയും സന്തോഷം തരുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? കാരണം ഈശോ, നമ്മുടെ ദൈവം, രാജാധിരാജൻ നമ്മളെ തേടി, നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ യൂണിറ്റുകാർ ഒരുമിച്ച് ഒരു വീട് തിരഞ്ഞെടുത്തു. ഈ വീട്ടിൻ്റെ ഉടമസ്ഥനാരാ? തോമസ് ചേട്ടൻ. ഈ തോമസ് ചേട്ടൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, വരുന്ന വഴിക്ക് ഈ യൂണിറ്റ് അതിർത്തിയിലുള്ള എല്ലാ വീടും ഈശോ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ അയൽപ്പക്കത്തെ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ മഹത്വവും ദൈവത്തിന്. നമ്മളിവിടെ വചനം വായിച്ചു കേട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഏത് തിരുവനന്തപുരത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ പത്രോസ് അല്ലേ നേതാവ്? പത്രോസ് പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവരും പറഞ്ഞു എന്നാൽ ഞങ്ങളും പോകാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ പോകാനിരിക്കുന്ന സമയത്ത് പേടിച്ചു വിറച്ചായിരിക്കണേ, കാരണം നേതാവ് മരിച്ചുപോയി. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതൊന്നും അവർക്ക് വിശ്വാസമില്ല. അങ്ങനെ പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ഇടപെട്ടത്. അമ്മ അവരെല്ലാവരെയും കൂടി കൂട്ടി ഒരു മാളിക മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് വലിയ മഹാസംഭവം അവിടെ നടക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. എന്തായിരുന്നു അത്? പെന്തക്കോസ്താനുഭവം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു സ്വരമുണ്ടായി. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരെല്ലാവരുടെയും മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്നിട്ടോ ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഈ ദാനം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പിന്നെയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്, അവസാന നിമിഷങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും പേരിൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ കിട്ടിയ ദാനം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്കും അത് കിട്ടും. അതിനെന്ത് ചെയ്യണം? പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. കാലത്തുണ്ടായിരുന്ന ആ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും ഒക്കെ നിങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ ഉണ്ട്. കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ ദിവ്യകാരുണ്യ ആരാധന നടത്താനായിട്ട് വിട്ടുതന്ന ഈ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെട്ടതല്ലേ. അവരുടെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ ഈശോ കുടുംബത്തിൽ എഴുന്നള്ളി വന്ന ഈ കാര്യം. ഇനിയും ഇതുപോലൊരു അവസരമൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞാനും എന്ന് പറഞ്ഞ് അവനെൻ്റെ കുടുംബങ്ങളിലേക്ക് ഈശോയെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിലായ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതോടൊപ്പം നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ബഹുമാനപ്പെട്ട ആൽബിനച്ച്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പോളച്ചൻ, മറ്റ് വൈദികര്, നമ്മുടെ ബ്രദർമാര്, ബഹുമാനപ്പെട്ട സന്യസ്തർ, എല്ലാവരെയും നമുക്ക് യേശുവിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരുണയ്ക്കായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ മക്കളെ നിന്റെ കരങ്ങളോട് ചേർത്ത് വെക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ ചേർത്ത് വെക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരേണമേ. ഞങ്ങളെ അവിടുത്തെ തിരിച്ചറിത്തുള്ളികളാൽ കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി. ഉറക്കി ഈശോയെ സ്തുതിക്കാം, ഉറക്കി ഈശോയെ വിളിക്കാം. ഈശോ കടന്നു വരട്ടെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ. ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കട്ടെ, പൈശാചികമായിട്ടുള്ള ശക്തികളെ ആട്ടി ഓടിക്കട്ടെ, അധരങ്ങൾ തുറക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സഹായികളെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. ഈശോ ഇറക്കി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. ഞങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ സ്തുതിക്കാം, ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാലനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും
ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ ആരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും നാളെ 9 മണി മുതൽ 8:45 മണി വരെ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി യുവകാർക്കായിട്ടുള്ള ക്ലാസ് എല്ലാവരെയും ഒരിക്കൽ കൂടി അച്ഛൻ ക്ഷണിക്കുകയാണ്. ആരും മാറി നിൽക്കരുത്. ഒരേ 1 മണിക്കൂർ, 3/4 മണിക്കൂർ, അരമണിക്കൂർ എങ്കിലും നമ്മുടെ എല്ലാ യുവാക്കളും വരണം. സിസ്റ്റേഴ്സൊക്കെ നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അച്ഛൻ ഒരിക്കൽ കൂടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. CLC കുടുംബാംഗങ്ങളെ, KC ഗെയിമിനെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരണം. നമ്മുടെ സിസ്റ്റേഴ്സിന് അവരോടുള്ള സ്നേഹമൊക്കെ നമ്മളൊന്ന് പ്രകടിപ്പിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ അവർ തയ്യാറാണ്. അപ്പൊ നാളെ 9 മണിയോടുകൂടി എല്ലാവരും തന്നെ യുവാക്കള് നമ്മുടെ യൂണിറ്റ് നമുക്കറിയാമല്ലോ, ഒട്ടും മോശമാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഏറണം. അതും സിസ്റ്റേഴ്സ് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. 5 മണിക്ക് നമ്മൾ സിസ്റ്റേഴ്സിന് സെൻഡ് ഓഫും കുർബാനയോടുകൂടി നന്ദി പ്രകടനത്തോടുകൂടി കൃതജ്ഞത ബലിയോടുകൂടി നമ്മൾ നാളത്തെ നമ്മുടെ ഈ ഹോം മിഷന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അടുത്തത് അതിനേക്കാൾ വലുതേ വരുന്നു, കൺവെൻഷൻ 18, 19, 20, 21 തീയതികളിൽ ജോസഫ് വരുന്നുണ്ട്. നല്ലൊരു കൈകൂടി തന്നെ നമ്മുടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ 18, 19, 20, 21 ദിവസങ്ങളിൽ വീണ്ടും നമ്മുടെ കൺവെൻഷൻ പന്തലൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരുമാതിരിയൊക്കെ ഇത് നമ്മളവിടെ ഇരിക്കാനും അത് ശ്രവിക്കാനും സ്വന്തമാക്കാനും നമ്മുടെ സാന്നിധ്യമാണ്. അപ്പൊ നിങ്ങൾ ആരും മുടങ്ങില്ലെന്ന് വെച്ചാൽ ഉറപ്പെടുത്തി. അതൊക്കെയാണ് വിളിച്ചോണ്ടിരിക്കണ്ട, അച്ഛാ അവിടെ നിന്ന് വിടുന്നില്ല, ചോദിച്ചു അവിടെ കച്ചവടമാണ്, ഈ കച്ചവടം എന്നൊക്കെ പറയണ്ട. അതൊക്കെ നിങ്ങളുടെ യുക്തി അനുസരിച്ച്. നമുക്ക് അവസരം കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയരുത്. നമ്മുടെ ഇങ്ങനെയൊക്കെ നടത്തുന്ന ഒരു വലിയൊരു സംഭവമാണ്. നമ്മുടെ ജൂബിലി വർഷത്തിൽ തമ്പുരാന് നന്ദി പറയുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ പലപ്പോഴും വാട്സപ്പിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാലനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുന്നൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ ആരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും അച്ഛനില്ല. നമ്മുടെ ഈ ഹോം മിഷൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കിരണച്ചനായിരുന്നു. അച്ഛനുണ്ട്. പിന്നെ പോളച്ചൻ നേരത്തെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഇന്നും നാളത്തെ കുർബാനക്കൊക്കെ ആയിട്ട് അച്ഛനും കൂടെയുണ്ട്. അച്ഛന് ഇനി നമ്മുടെ കൺവെൻഷൻ ഒരു ദിവസം നമ്മുടെ ഇടവയിലെ എല്ലാ അച്ഛന്മാരുമാണ്. അവർ സാധിക്കുന്നവരൊക്കെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും പോളച്ചൻ എന്തായാലും എത്തും, കിരണച്ചൻ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി അച്ഛന്മാരൊക്കെ വരാൻ സാധിക്കും. ഇനി നമ്മുടെ കൺവീനർമാരെന്തെങ്കിലും സാമ്പാർ പാത്രൂടെ ആണല്ലോ. സാമ്പാർ